നമസ്കാരം, ലാലൂരി ദേവസ്ഥാനാണ്. ഇന്നും ഒരു ചോദ്യത്തിൻ്റെ ഒരു മറുപടിക്ക് തന്നെയാണ് ഇന്നത്തെയും എൻ്റെ വീഡിയോ. അതായത് ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇതിന് മുൻപ് ഞാനത് ഇട്ടിട്ടുണ്ടെന്ന് തോന്നണോ, എന്നാലും ഒന്നുകൂടി ഞാൻ പറയാം. ആ കുട്ടികളോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആരും വീഡിയോ കാണുന്നില്ലല്ലോ, മുഴുവൻ വീഡിയോ കാണാനായിട്ട് ആർക്കും നേരില്ല, അതിൻ്റെ ആവശ്യമില്ല. ആവശ്യമുള്ളവർ മാത്രമാണ് കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് എനിക്ക് വന്നൊരു ക്വസ്റ്റ്യൻ, കാര്യങ്ങളൊന്നും നടക്കണില്ല സ്വാമി, ഞങ്ങൾ പോവാത്ത സ്ഥലങ്ങളില്ല. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. ഒരു 4 ക്ഷേത്രങ്ങളുടെ പേര് എഴുതിയിട്ട്, ഞാൻ ഇന്ന ക്ഷേത്രത്തിൽ പോയി, അത് കഴിഞ്ഞിട്ട് മറ്റേ ക്ഷേത്രത്തിൽ പോയി, അതിൻ്റെ അടുത്തുള്ള ഒരു 4 ക്ഷേത്രത്തിൽ പോയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. ലാലൂരി ദേവസ്ഥാനത്തേക്ക് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നമ്മളിവിടെ ആരും വരാനായിട്ട് അങ്ങനെ പ്രേരിപ്പിക്കാറൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കണില്ല. അപ്പോൾ അന്ന് പറഞ്ഞിട്ട് ഇന്നും അത് അങ്ങനത്തെ ഒരു മെസ്സേജ് വന്നപ്പോഴാണ് അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ തന്നെ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഉണ്ടെന്ന് പറഞ്ഞു. ശരിയാണ്, അത് അവർക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ 3-4 ക്ഷേത്രത്തിലേക്ക് പോയി, എല്ലായിടത്തും വിഷ്ണുമായി തന്നെയാണ്. ഇവിടെ മാത്രമാണ് ഒരു പ്രത്യേകത ഉള്ളത്, കരിങ്കുട്ടി സ്വാമിയാണ്. ഇവിടുത്തെ പ്രധാനമൂർത്തി കരിങ്കുട്ടി സ്വാമിയാണ്. ഇവിടേക്ക് വന്നിട്ടുമില്ല. അപ്പോൾ ഇവരുടെ കാര്യം നടന്നു, ഇവർ പ്രാർത്ഥിച്ചു, ഇവർക്ക് കാര്യം നടക്കുമോ? ഇവർ 4 അമ്പലങ്ങളിലും പോയി 4 ക്ഷേത്രത്തിലും ഒരേ കാര്യം തന്നെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. നടക്കണമെന്നുണ്ടോ? എനിക്കത് ഞാൻ പറയുന്നില്ല, നടന്നു എന്ന് കരുതുക. ഈ നടന്നു കഴിഞ്ഞാൽ ഇവർ ആർക്ക് വഴിപാട് കൊടുക്കും? ചോദ്യമാണ്. നിങ്ങൾ 4 ക്ഷേത്രങ്ങളും 4 വിഷ്ണുമായ ക്ഷേത്രങ്ങളും ഒരുമിച്ച് പോയി, നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു. ആ കാര്യം നടക്കുമോ നടക്കില്ല എന്നുള്ള പിന്നത്തെ കാര്യം. നടന്നാൽ നിങ്ങൾ എവിടേക്ക് വഴിപാട് നേരും? ചിലർ, ഞാൻ അങ്ങനെ ഒരു ഇതിനു മുൻപ് ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ 4 ക്ഷേത്രത്തിലേക്കും കൊടുക്കുന്നു. അതെങ്ങനെ കൊടുക്കുക? നിങ്ങൾ തൃശ്ശൂരുള്ള ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് എറണാകുളത്തെ ഹോട്ടലിൽ കാശ് കൊണ്ട് കൊടുത്താൽ തൃശ്ശൂരുകാരൻ സമ്മതിക്കുമോ? ഞാൻ ചോദിക്കുന്നത് മനസ്സിലായ? അപ്പോൾ 4 പേർക്കും കൊടുക്കണതിൽ അർത്ഥമുണ്ടോ? അതായത് 4 പേർക്കും കൊടുക്കാന്ന് പറഞ്ഞാൽ ഇവിടെയും കൊടുക്കണം, അവിടെയും കൊടുക്കണം, അവിടെയും. അപ്പോൾ ഇത് ചെയ്തു തരുന്ന ആൾക്ക് കുറവായില്ലേ? ആരാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? 4 ക്ഷേത്രത്തിൽ 4 തവണ ആദ്യം പോയ ക്ഷേത്രത്തിലാണോ നടന്നത്, രണ്ടാമത് പോയ ക്ഷേത്രത്തിലാണോ നടന്നത്, മൂന്നാമത് പോയ ക്ഷേത്രത്തിലാണോ നടന്നത്, ഇത് ഏത് ക്ഷേത്രത്തിലാണ് നടന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ ആർക്കാണ് ഇതിന് പ്രാധാന്യമായിട്ട് കൊടുക്കുക? അതൊക്കെയാണ് ഇതിലെ ഏറ്റവും വലിയ ഈ വിഷ്ണുമായ ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ നടന്നാലും നടന്നില്ലെങ്കിലൊക്കെ വരുന്ന പ്രശ്നങ്ങൾ. ഒന്നാമത് കാര്യം നടക്കാൻ സാധ്യതകൾ കുറവാണ്. ഈ 4 പേരും കാര്യങ്ങൾ നടത്താൻ പറ്റില്ല. അതായത് ആദ്യം പോയ ക്ഷേത്രത്തിലും പറഞ്ഞത് ഒരേ കാര്യം, രണ്ടാമതും പോയെടുത്ത ഒരു കാര്യം, മൂന്നാമതും പോയെടുത്ത ഒരു കാര്യം. ഇത് കാര്യം നടത്താനായിട്ട് മൂർത്തി നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് വരുന്ന സമയത്ത് അവിടെ 4 മൂർത്തികളുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുക എന്താ, അത് ആള് നടത്തിക്കോളും. മറ്റേ മൂർത്തി എന്ത് വിചാരിക്കും, അത് ആള് വരുന്നുണ്ടല്ലോ, അത് അവൻ നടത്തിക്കോളും. അങ്ങനെ കരുതുള്ളൂ. എന്നിട്ട് എന്താവും, 4 പേരും നടത്തി തരില്ല നിങ്ങളുടെ കാര്യം. ഇതിന് മുൻപ് ഞാനൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ മറ്റേ വരരുചിയുടെയും ഇവരുടെയും കഥാസ്പദമാക്കിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. വീണ്ടും ആവർത്തിക്കുന്നില്ല. അതായത് കുറേ കുഴി കുത്തുക എന്നുള്ളതല്ല കാര്യം, കുറേ ദൈവങ്ങളെ പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യം. ഒരു ദൈവത്തിൽ വിശ്വസിച്ച് ആ ദൈവത്തിനോട് കൃത്യമായിട്ട് പറഞ്ഞേക്കുക, ആ ദൈവത്തിനെ കൊണ്ട് കാര്യങ്ങൾ നടത്തിക്കുന്നതാണ് ശരി. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ആൾക്ക് കൊടുക്കുക. ഇത് ഇവിടെ നടക്കാണ്ടാകുമ്പോൾ അപ്പുറത്തേക്ക് പോയി, അവിടെ നടക്കാണ്ടാകുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോയി, അവിടെ ഇത് നടക്കാനായിട്ട് ഒരു കാലതാമസങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ചോറുണ്ടോ നാളെ തടിക്കുമോ? ക്യാൻസറൊക്കെ ഇന്ന് മരുന്ന് കഴിച്ചാൽ നാളെ ക്യാൻസർ നാളെ മാറുമോ? അതുപോലെയൊക്കെ തന്നെയാണ് ഈ ഭക്തി മാർഗങ്ങളൊക്കെ. അപ്പം അതൊക്കെ അതിൻ്റെതായ കൃത്യമായിട്ടുള്ള അളവിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ. ഭക്തി കൂടിയതായിരിക്കാം, ഭക്തി കൂടിയാലും പ്രശ്നം തന്നെയാണ്. ആ കുട്ടിക്ക് ഭക്തി കൂടുതലാണ്. ആ ഭക്തി കൂടുതലാണല്ലോ നടന്ന ക്ഷേത്രം നിലയ്ക്ക് നടക്കുക, വേറെ പണിയൊന്നുമില്ല, തന്നെ പണി. അതായത് എനിക്കും ഇത് ഉണ്ടായിരുന്നു പണ്ട്. എനിക്കും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ നടന്ന് എല്ലാ അമ്പലങ്ങളിലും പോവും, എല്ലാം പോവും. കുറച്ച് പണം കിട്ടും, പിന്നെയും നഷ്ടപ്പെടും, പിന്നെയും പോവും, പിന്നെയും നഷ്ടപ്പെടും. അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ലൈഫ്. ഇതൊക്കെ തന്നെയായിരുന്നു ആ കുട്ടി ചെയ്തതൊക്കെ തന്നെയായിരുന്നു ഞാനും ചെയ്തിരുന്നത്. പിന്നീട് എന്തായി, ഞാനതൊക്കെ മനസ്സിലാക്കി ഇന്നലെ വരെ ചെയ്തതൊക്കെ തെറ്റാന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഈ ആത്മീയതയിലേക്ക് വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഏതെങ്കിലും ഒരു ഭഗവാന്, ലാലൂരി ദേവസ്ഥാന മൂർത്തികളെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനി അത് തെറ്റിദ്ധരിക്കണ്ട, ഇനി ഇങ്ങോട്ട് വരാത്തതുകൊണ്ടാണെന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങൾ ഏത് മൂർത്തികളെയാണോ, നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് മൂർത്തികളെയാണോ ആ മൂർത്തികളെ കൃത്യമായിട്ട് വിശ്വസിക്കുക. ആ മൂർത്തികളുടെ ജപം കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുക, മൂലമന്ത്രം ജപിച്ച് കാര്യങ്ങൾ ചെയ്യുക. ആ മൂർത്തിയിൽ മാത്രം അർപ്പിച്ച്
ആ കിട്ടുന്നതിലൊരു ഓഹരി ആ മൂർത്തിക്ക് മാത്രം കൊടുത്ത് കാര്യങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും. അല്ലാണ്ട് എല്ലായിടത്തും പറഞ്ഞാൽ ഒരു കാര്യം നടക്കാൻ പോണില്ല. അതായത് ഇതാണ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ. അതായത് ഞാനൊരു ഉദാഹരണം പലപ്പോഴും പറയണത്, നിങ്ങൾക്കൊരു കാമുകിയുണ്ട്, ആ കാമുകിനെ കാണാനായിട്ട് ഇപ്പോൾ തൃശ്ശൂരുള്ള ഒരാളാണ്, തൃശ്ശൂർ പാർക്കിൽ വരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ മുന്നിൽ വരാമെന്ന് പറഞ്ഞു. നിങ്ങൾ ഇത്തിരി നേരത്തെ അവിടെ ചെല്ലുമ്പോൾ ആ കുട്ടി വേറൊരു കാമുകനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതൊക്കെ തന്നെയാണ് ഭഗവാന്മാരുടെ കാര്യം. ലാലൂര് ദേവസ്ഥാന മൂർത്തികളെ വിളിച്ചു. ലാലൂര് ദേവസ്ഥാന മൂർത്തികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ അരികിൽ വന്നു നിന്നിട്ടാണ് കാര്യങ്ങൾ തീർക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ആദ്യം കാണേണ്ടവരും കാണാത്തവരൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നുകൂടി പറയണത്. ഈ മൂർത്തി വരുന്ന സമയത്ത് വേറെ മൂർത്തികൾ അവിടെ ഉണ്ടെങ്കിൽ എൻ്റെ മൂർത്തി എന്ത് ചെയ്യും? തിരിച്ചു വരും. അതാ അവർ ചെയ്തോളൂ എന്ന് പറഞ്ഞ് തിരിച്ചു വരും. എന്നിട്ട് ലാലൂര് ദേവസ്ഥാന മൂർത്തികൾ ചെയ്തു തരുന്നില്ല എന്ന് പറഞ്ഞ് കരയണതിൽ വല്ല അർത്ഥം എന്താ? എനിക്ക് തോന്നുന്നില്ല. അപ്പം കാര്യങ്ങൾ മനസ്സിലാക്കുക. പ്രാർത്ഥനയ്ക്കും കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണങ്ങളുണ്ടാവും. താങ്ക് യു. ലാലൂർ ദേവസ്ഥാനമേ അഭയം, കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം. ലാലൂർ ദേവസ്ഥാനമേ അഭയം.